എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മിക്സിയിലാണ് ഈ ചമ്മന്തി അരച്ചെടുക്കുന്നത്. ചമ്മന്തി അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ തൊലി ചെത്തി മാറ്റാം. തൊലി ചെത്തി മാറ്റിയതിന് ശേഷം ചമ്മന്തി അരയ്ക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇവിടെ മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ടുണ്ട്. ചമ്മന്തി അരയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ പകുതി ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് പകുതി എടുത്തിരിക്കുന്നത്. പുളി കുറഞ്ഞതാണെങ്കിൽ ഒരു മാങ്ങ മുഴുവൻ ഉപയോഗിച്ച് ചമ്മന്തി അരയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചി ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പില. തേങ്ങ ഇവിടെ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു മാങ്ങയുടെ പകുതി മുറിച്ചെടുത്തത്, കുറച്ച് ചെറിയ ഉള്ളി, ഉപ്പ്, പച്ചമുളക് ഇവിടെ ഒരു 3 എണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പകുതി ചമ്മന്തി അരിഞ്ഞതിന് ശേഷം എരിവ് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് എരിവുള്ളതുകൊണ്ട് രണ്ടാമത് മുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.